തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം. എലിഫാസ് മൂന്നാമതും സംസാരിക്കുന്നു. തമാന്യനായ എലിഫാസ് പറഞ്ഞു, ദൈവത്തിന് മനുഷ്യനെ കൊണ്ട് എന്തുപകാരം? ഒരുവൻ ജ്ഞാനിയായതുകൊണ്ട് പ്രയോജനം അവന് തന്നെ. നീ നീതിമാനായിരിക്കുന്നത് കൊണ്ട് സർവശക്തന് നേട്ടമുണ്ടോ? നിന്റെ മാർഗം കുറ്റമറ്റതെങ്കിൽ അവിടുത്തേക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? നിന്റെ ഭക്തി നിമിത്തമാണോ അവിടുന്ന് നിന്നെ ശാസിക്കുകയും നിന്റെ മേൽ ന്യായവിധി നടത്തുകയും ചെയ്യുന്നത്? നിന്റെ ദുഷ്ടത വലുതല്ലേ? നിന്റെ അകൃത്യങ്ങൾക്ക് അതിരില്ല. നീ സഹോദരനിൽ നിന്ന് അകാരണമായി പണം ഈടാക്കി. വസ്ത്രം ഊരിയെടുത്ത് നീ അവരെ നഗ്നരാക്കി. ക്ഷീണിച്ചവന് നീ ദാഹജലം നൽകിയില്ല. വിശക്കുന്നവൻ്റെ അപ്പം പിടിച്ചു വയ്ക്കുകയും ചെയ്തു. ബലവാൻ ഭൂമി കൈവശപ്പെടുത്തുകയും സമ്പന്നൻ അവിടെ പാർക്കുകയും ചെയ്തു. വിധവകളെ നീ വെറും കൈയോടെ പറഞ്ഞയച്ചു. അനാഥരുടെ ഭുജങ്ങൾ തകർക്കുകയും ചെയ്തു. അതുകൊണ്ട് നിന്നെ കെണികൾ വലയം ചെയ്തിരിക്കുന്നു. ക്ഷിപ്രഭീതി നിന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നിന്നെ കാണാൻ കഴിയാത്ത വിധം നിന്റെ പ്രകാശം അന്ധകാരമായിരിക്കുന്നു. പെരുവെള്ളം നിന്നെ മൂടിയിരിക്കുന്നു. ദൈവം ആകാശങ്ങളിൽ ഉന്നതനല്ലേ? ഏറ്റവും ഉയരത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക. അവ എത്ര ഉയരത്തിലാണ്? അതിനാൽ നീ പറയുന്നു, ദൈവം എന്തറിയുന്നു? കൂരിരുട്ടിൽ അവിടുത്തേക്ക് വിധിക്കാൻ കഴിയുമോ? കാണാൻ സാധിക്കാത്ത വിധം കനത്ത മേഘങ്ങൾ അവിടുത്തെ വലയം ചെയ്തിരിക്കുന്നു. ആകാശവിതാനത്തിൽ അവിടുന്ന് സഞ്ചരിക്കുകയും ചെയ്യുന്നു. ദുഷ്ടന്മാർ സഞ്ചരിച്ച പഴയ മാർഗങ്ങളിൽ നീ ഉറച്ചു നിൽക്കുമോ? കാലം തികയുന്നതിന് മുൻപേ അവർ അപഹരിക്കപ്പെട്ടു. അവരുടെ അടിസ്ഥാനം ഒഴുകിപ്പോയി. അവർ ദൈവത്തോട് പറഞ്ഞു, ഞങ്ങളെ വിട്ടകന്നു പോവുക. സർവശക്തന് ഞങ്ങളോട് എന്തു ചെയ്യാൻ കഴിയും? എന്നിട്ടും അവിടുന്ന് അവരുടെ ഭവനങ്ങളെ നന്മകൾ കൊണ്ട് നിറച്ചു. എന്നാൽ ദുഷ്ടൻ്റെ ആലോചന എന്നിൽ നിന്ന് അകലെയാണ്. നീതിമാന്മാർ അവരുടെ അവസാനം കണ്ട് സന്തോഷിക്കുന്നു. നിഷ്കളങ്കർ അവരെ നോക്കി പരിഹസിച്ചു പറയുന്നു, തീർച്ചയായും ഞങ്ങളുടെ ശത്രുക്കൾ പിഴുതെറിയപ്പെട്ടിരിക്കുന്നു. അവർ അവശേഷിപ്പിച്ചത് അഗ്നിക്കിരയാവുകയും ചെയ്തു. ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക. അപ്പോൾ നിനക്ക് നന്മ വരും. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക. അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. സർവശക്തൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ, നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ, സ്വർണത്തെ പൊടിയിലും ഓർഫിൻ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ, സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ, നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകും. എന്തെന്നാൽ ദൈവം അഹങ്കാരിയെ താഴ്ത്തുകയും എളിയവനെ രക്ഷിക്കുകയും ചെയ്യും. നിരപരാധനെ അവിടുന്ന് രക്ഷിക്കുന്നു. നിന്റെ കരങ്ങളുടെ നൈർമല്യം മൂലം നീ രക്ഷിക്കപ്പെടും. അധ്യായം 23. ജോബിൻ്റെ മറുപടി. ജോബ് പറഞ്ഞു, ഇന്നും എൻ്റെ ആവലാതി തിക്തമാണ്. ഞാൻ എത്ര വിലപിച്ചിട്ടും എൻ്റെ മേലുള്ള അവിടുത്തെ കരം ഭാരമേറിയതാണ്. എവിടെ ഞാൻ അവിടുത്തെ കണ്ടെത്തുമെന്നറിഞ്ഞിരുന്നുവെങ്കിൽ, അവിടുത്തെ സിംഹാസനത്തെ സമീപിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, എൻ്റെ പരാതി അവിടുത്തെ മുൻപിൽ ബോധിപ്പിക്കുകയും എൻ്റെ ന്യായവാദം നടത്തുകയും ചെയ്യുമായിരുന്നു. അവിടുന്ന് എനിക്ക് എന്തു പ്രത്യുത്തരം നൽകുമെന്നും എന്നോട് എന്തു സംസാരിക്കുമെന്നും ഞാൻ അറിയുമായിരുന്നു. അവിടുന്ന് തൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ എന്നോട് ന്യായവാദം നടത്തുമോ? ഇല്ല. അവിടുന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. നീതിമാന് അവിടുത്തോട് വാദിക്കാൻ കഴിയും. എൻ്റെ വിധിയാളൻ എന്നെ എന്നേക്കുമായി മോചിപ്പിക്കും. ഇതാ, ഞാൻ മുന്നോട്ട് പോയാൽ അവിടുന്ന് അവിടെയില്ല. പുറകോട്ട് പോയാലും അവിടുത്തെ കാണാൻ സാധിക്കുകയില്ല. ഇടതുവശത്ത് ഞാൻ അവിടുത്തെ അന്വേഷിക്കുന്നു, എന്നാൽ എനിക്ക് അവിടുത്തെ കാണാൻ സാധിക്കുന്നില്ല. വലതുവശത്തേക്ക് തിരിഞ്ഞാലും ഞാൻ അവിടുത്തെ കാണുന്നില്ല. എന്നാൽ എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു. ജോബിൻ്റെ മറുപടി. 23-ാം അധ്യായം. 23. ജോബിൻ്റെ മറുപടി.
ജോബ് പറഞ്ഞു, ഇന്ന് എൻ്റെ ആവലാതി തിക്തമാണ്. ഞാൻ എത്ര വിലപിച്ചിട്ടും എൻ്റെ മേലുള്ള അവിടുത്തെ കരം ഭാരമേറിയതാണ്. എവിടെ ഞാൻ അവിടുത്തെ കണ്ടെത്തുമെന്നറിഞ്ഞിരുന്നെങ്കിൽ, അവിടുത്തെ സിംഹാസനത്തെ സമീപിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ പരാതി അവിടുത്തെ മുൻപിൽ ബോധിപ്പിക്കുകയും എൻ്റെ ന്യായവാദം നടത്തുകയും ചെയ്യുമായിരുന്നു. അവിടുന്ന് എനിക്ക് എന്ത് പ്രത്യുത്തരം നൽകുമെന്നും എന്നോട് എന്ത് സംസാരിക്കുമെന്നും ഞാൻ അറിയുമായിരുന്നു. അവിടുന്ന് തൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ എന്നോട് ന്യായവാദം നടത്തുമോ? ഇല്ല. അവിടുന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. നീതിമാന് അവിടുത്തോട് വാദിക്കാൻ കഴിയും. എൻ്റെ വിധിയാളൻ എന്നെ എന്നേക്കുമായി മോചിപ്പിക്കും. ഇതാ, ഞാൻ മുൻപോട്ട് പോയാൽ അവിടുന്ന് അവിടെയില്ല, പുറകോട്ട് പോയാലും അവിടുത്തെ കാണാൻ സാധിക്കുകയില്ല. ഇടതുവശത്ത് ഞാൻ അവിടുത്തെ അന്വേഷിക്കുന്നു, എന്നാൽ എനിക്ക് അവിടുത്തെ കാണാൻ സാധിക്കുന്നില്ല. വലത്തുവശത്തേക്ക് തിരിഞ്ഞാലും ഞാൻ അവിടുത്തെ കാണുന്നില്ല, എന്നാൽ എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു. അവിടുന്ന് എന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. എൻ്റെ പാദങ്ങൾ അവിടുത്തെ കാൽപ്പാടുകളിൽ ഞാൻ ഉറപ്പിച്ചു. ഞാൻ അവിടുത്തെ പാത പിന്തുടർന്ന് ഒരിക്കലും വ്യതിചലിച്ചില്ല. അവിടുത്തെ കൽപ്പനകളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. അവിടുത്തെ മൊഴികൾ എൻ്റെ ഹൃദയത്തിൽ നിധി പോലെ ഞാൻ സൂക്ഷിച്ചു. അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്. അവിടുത്തെ പിന്തിരിപ്പിക്കാൻ ആർക്ക് കഴിയും? താൻ ആഗ്രഹിക്കുന്നത് അവിടുന്ന് ചെയ്യുന്നു. എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. അതിനാൽ അവിടുത്തെ സാന്നിധ്യത്തിൽ ഞാൻ വിറകൊള്ളുന്നു. അവിടുത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. ദൈവം എൻ്റെ ഹൃദയത്തെ ദുർബലമാക്കി. സർവശക്തൻ എന്നെ പരിഭ്രാന്തനാക്കി. ഞാൻ അന്ധകാരത്തിൽ ആമഗ്നനായി. അന്ധതമസ് എൻ്റെ മുഖത്തെ ആവരണം ചെയ്യുന്നു. അദ്ധ്യായം 24. സർവശക്തൻ വിധി നടത്താൻ സമയം നിശ്ചയിക്കാത്തത് എന്തുകൊണ്ട്? അവിടുന്ന് നിശ്ചയിച്ച ദിനങ്ങൾ അവിടുത്തെ ഭക്തന്മാർ കാണാതിരിക്കുന്നതും എന്തുകൊണ്ട്? മനുഷ്യൻ അതിർത്തിക്കല്ലുകൾ നീക്കിക്കളയുന്നു. അവർ ആട്ടിൻപറ്റങ്ങളെ കവർന്നെടുക്കുകയും മേയിക്കുകയും ചെയ്യുന്നു. അവർ അനാഥരുടെ കഴുതയെ തട്ടിക്കൊണ്ടുപോകുന്നു. അവർ വിധവകളുടെ കാളയെ പണയം വാങ്ങുന്നു. അവർ ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളിമാറ്റുന്നു. പാപങ്ങൾ ഒളിച്ചു കഴിയുന്നു. മക്കൾക്കു വേണ്ടി മരുഭൂമിയിൽ ഇര തേടുന്ന കാട്ടുകഴുതകളെപ്പോലെ അവർ അധ്വാനിക്കുന്നു. അവർ വയലിൽ നിന്ന് ഭക്ഷണം ശേഖരിക്കുന്നു. ദുഷ്ടരുടെ മുന്തിരിത്തോട്ടത്തിൽ അവർ കാല പെറുക്കുന്നു. അവർ രാത്രി മുഴുവൻ നഗ്നരായി ശയിക്കുന്നു. തണുപ്പിൽ പുതയ്ക്കാൻ അവർക്ക് ഒന്നുമില്ല. മലയിൽ പെയ്യുന്ന മഴ അവർ നനയുന്നു. പാർപ്പിടമില്ലാതെ അവർ പാറക്കെട്ടുകളിൽ അഭയം തേടുന്നു. മുല കുടിക്കുന്ന അനാഥ ശിശുക്കളെ പറിച്ചെടുക്കുകയും ദരിദ്രരുടെ കുഞ്ഞുങ്ങളെ പണയം വാങ്ങുകയും ചെയ്യുന്നവരുമുണ്ട്. ദരിദ്രർ നഗ്നരായി അലയുന്നു. അവർ വിശന്നുകൊണ്ട് കറ്റ ചുമക്കുന്നു. അവർ ദുഷ്ടന്മാരുടെ ചക്കിൽ ഒലിവെണ്ണയും വീഞ്ഞും ആട്ടിയെടുക്കുന്നു. എന്നാൽ അവർ ദാഹാർത്തരാണ്. നഗരത്തിൽ മരിക്കുന്നവരുടെ ഞരക്കം കേൾക്കുന്നു. മുറിവേറ്റവരുടെ പ്രാണൻ സഹായത്തിനു വേണ്ടി കേഴുന്നു. എന്നിട്ടും ദൈവം അവരുടെ പ്രാർത്ഥന ശ്രവിക്കുന്നില്ല. പ്രകാശത്തിൻ്റെ വഴി പരിചയിക്കുകയോ അതിൽ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്നവരുണ്ട്. ദരിദ്രരെയും നിരാലംബരെയും കൊല്ലുന്നതിന് കൊലപാതകി നേരം വെളുക്കുന്നതിന് മുൻപ് ഉണരുന്നു. രാത്രിയിൽ അവൻ മോഷണം നടത്തുന്നു. ആരും എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞ് വ്യഭിചാരി ഇരുട്ടാകാൻ കാത്തിരിക്കുന്നു. അവൻ മുഖം മൂടി അണിയുന്നു. രാത്രിയിൽ അവർ വീടുകൾ തുറക്കുന്നു. പകൽ സമയം കതകടച്ച് മുറികളിൽ കഴിയുന്നു. അവർ പ്രകാശം കാണുന്നില്ല. കടുത്ത അന്ധകാരമാണ് അവരുടെ പ്രഭാതം. അന്ധകാരത്തിൻ്റെ ക്രൂരതകളുമായിട്ടാണ് അവരുടെ കൂട്ടുകെട്ട്. നിങ്ങൾ പറയുന്നു, വെള്ളം അവരെ അതിവേഗം ഒഴുകിക്കളയുന്നു. ഭൂമിയിൽ അവരുടെ അവകാശം ശപിക്കപ്പെട്ടിരിക്കുന്നു. കച്ചവടക്കാർ അവരുടെ മുന്തിരിത്തോട്ടങ്ങളെ സമീപിക്കുന്നില്ല. വരൾച്ചയും ചൂടും ഹിമജലത്തെ എന്ന പോലെ പാപിയെ പാതാളം തട്ടിക്കൊണ്ടുപോകുന്നു. മാതൃഗർഭം പോലും അവരെ വിസ്മരിക്കുന്നു. അവരുടെ നാമം ഒരിക്കലും ഓർമ്മിക്കപ്പെടുന്നില്ല. അങ്ങനെ ദുഷ്ടതയെ വൃക്ഷമെന്ന പോലെ വെട്ടി നശിപ്പിക്കും. മക്കളില്ലാത്ത വന്ധ്യകളെ അവർ ഇരയാക്കുന്നു. വിധവയ്ക്ക് അവർ ഒരു നന്മയും ചെയ്യുന്നില്ല. ദൈവം തൻ്റെ ശക്തിയാൽ ബലവാന്മാരുടെ ആയുസ്സ് വർദ്ധിപ്പിക്കുന്നു. ജീവിതത്തെപ്പറ്റി നിരാശരാകുമ്പോൾ അവർ ഉണർന്നെഴുന്നേൽക്കുന്നു. ദൈവം അവർക്ക് സുരക്ഷിതത്വം നൽകി സഹായിക്കുന്നു. അവരുടെ വഴികളിൽ അവിടുത്തെ ദൃഷ്ടികൾ പതിഞ്ഞിരിക്കുന്നു. അല്പകാലത്തേക്ക് അവർ ഉയർത്തപ്പെടുന്നു, പിന്നീടവർ ഇല്ലാതാകുന്നു. കളകളെപ്പോലെ അവർ വാടി നശിക്കുന്നു. കതിർക്കുല പോലെ അവരെ കൊയ്തെടുക്കുന്നു. ഇത് ശരിയല്ലെങ്കിൽ ഞാൻ നുണയനാണെന്നും ഞാൻ പറയുന്നത് അർത്ഥശൂന്യമാണെന്നും അവർ തെളിയിക്കും. അദ്ധ്യായം 25. ബിൽദാദ് മൂന്നാമതും സംസാരിക്കുന്നു. ശൂഹ്യനായ ബിൽദാദ് പറഞ്ഞു, ആധിപത്യം ദൈവത്തോടു കൂടിയാണ്. എല്ലാവരും അവിടുത്തെ ഭയപ്പെടുന്നു.
അവിടുന്ന് ഉന്നത സ്വർഗത്തിൽ സമാധാനം സ്ഥാപിക്കും. അവിടുത്തെ സൈന്യത്തിന് കണക്കുണ്ടോ? അവിടുത്തെ പ്രകാശം ആരുടെ മേലാണ് ഉദിക്കാതിരിക്കുക? അപ്പോൾ മനുഷ്യനെങ്ങനെ ദൈവത്തിൻ്റെ മുൻപിൽ നീതിമാനാകാൻ കഴിയും? സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ഇതാ, അവിടുത്തെ ദൃഷ്ടിയിൽ ചന്ദ്രന് പ്രകാശമില്ല, നക്ഷത്രങ്ങളും നിർമ്മലമല്ല. അപ്പോൾ കൃമിയായ മനുഷ്യൻ്റെ പുഴുവായ മനുഷ്യപുത്രൻ്റെ സ്ഥിതി എന്ത്? അദ്ധ്യായം 25. ബിൽദാദ് മൂന്നാമതും സംസാരിക്കുന്നു. ശൂഹ്യനായ ബിൽദാദ് പറഞ്ഞു, ആധിപത്യം ദൈവത്തോടു കൂടിയാണ്. എല്ലാവരും അവിടുത്തെ ഭയപ്പെടുന്നു. അവിടുന്ന് ഉന്നത സ്വർഗത്തിൽ സമാധാനം സ്ഥാപിക്കും. അവിടുത്തെ സൈന്യത്തിന് കണക്കുണ്ടോ? അവിടുത്തെ പ്രകാശം ആരുടെ മേലാണ് ഉദിക്കാതിരിക്കുക? അപ്പോൾ മനുഷ്യനെങ്ങനെ ദൈവത്തിൻ്റെ മുൻപിൽ നീതിമാനാകാൻ കഴിയും? സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ഇതാ, അവിടുത്തെ ദൃഷ്ടിയിൽ ചന്ദ്രന് പ്രകാശമില്ല, നക്ഷത്രങ്ങളും നിർമ്മലമല്ല. അപ്പോൾ കൃമിയായ മനുഷ്യൻ്റെ പുഴുവായ മനുഷ്യപുത്രൻ്റെ സ്ഥിതി എന്ത്? അദ്ധ്യായം 26. ജോബിൻ്റെ മറുപടി. ജോബ് പറഞ്ഞു, ശക്തിയറ്റവനെ നീ എത്രമാത്രം സഹായിച്ചു? ബലഹീനമായ കരങ്ങളെ നീ എപ്രകാരം രക്ഷിച്ചു? ബുദ്ധിഹീനനെ നീ എപ്രകാരം ഉപദേശിക്കുകയും എത്ര ഉദാരമായി യഥാർത്ഥ വിജ്ഞാനം പകർന്നു കൊടുക്കുകയും ചെയ്തു? ആരുടെ സഹായത്തോടെയാണ് നീ വാക്കുകൾ ഉച്ചരിച്ചത്? ആരുടെ ചൈതന്യമാണ് നിന്നിൽ നിന്ന് പുറപ്പെട്ടത്? അധോലോകത്തിൻ്റെ നിഴലുകൾ വിറകൊള്ളുന്നു, ജലവും അതിലെ ജീവികളും പ്രകമ്പനം കൊള്ളുന്നു. പാതാളം ദൈവത്തിൻ്റെ മുൻപിൽ അനാവൃതമായിരിക്കുന്നു, നരകത്തെ ഒന്നും മറച്ചിട്ടില്ല. ശൂന്യതയുടെ മേൽ അവിടുന്ന് ഉത്തരദിക്കിനെ വിരിക്കുന്നു, ഭൂമിയെ ശൂന്യതയുടെ മേൽ തൂക്കിയിട്ടിരിക്കുന്നു. ജലത്തെ അവിടുന്ന് കനത്ത മേഘങ്ങളിൽ ബന്ധിച്ചിരിക്കുന്നു, അതിൻ്റെ ഭാരത്താൽ മേഘം കീറിപ്പോകുന്നില്ല. ചന്ദ്രൻ്റെ മുഖം അവിടുന്ന് മറയ്ക്കുന്നു, തൻ്റെ മേഘത്തെ അതിൽ വിരിച്ചിടുന്നു. പ്രകാശത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും അതിർത്തിയിൽ ജലോപരിതലത്തിൽ അവിടുന്ന് ഒരു വൃത്തം വരച്ചിരിക്കുന്നു. ആകാശത്തിൻ്റെ തൂണുകൾ കുലുങ്ങുന്നു, അവിടുത്തെ ശാസനയാൽ അവ ഭ്രമിച്ചു പോകുന്നു. അവിടുന്ന് തൻ്റെ ശക്തിയാൽ സമുദ്രത്തെ നിശ്ചലമാക്കി, തൻ്റെ ജ്ഞാനത്താൽ റഹാബിനെ തകർത്തു കളഞ്ഞു. അവിടുന്ന് തൻ്റെ ശ്വാസത്താൽ ആകാശത്തെ പ്രക്ഷോഭിപ്പിച്ചു. പായുന്ന സർപ്പത്തെ അവിടുത്തെ കരം പിളർന്നു. ഇതെല്ലാം അവിടുത്തെ നിസ്സാര പ്രവർത്തനങ്ങളാണ്. അവിടുത്തെപ്പറ്റി എത്ര നേരിയ ഒരു സ്വരം മാത്രമാണ് നാം കേട്ടിട്ടുള്ളത്. അവിടുത്തെ ശക്തിയുടെ ഇടിമുഴക്കം ആർക്ക് ഗ്രഹിക്കാൻ കഴിയും? അദ്ധ്യായം 27. ജോബ് തുടർന്നു, എൻ്റെ അവകാശം എടുത്തു കളഞ്ഞ ദൈവമാണേ, എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണേ, എന്നിൽ ശ്വാസം ഉള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ നാസികയിൽ ഉള്ളിടത്തോളം കാലം എൻ്റെ അധരം വ്യാജം പറയുകയില്ല, എൻ്റെ നാവ് വഞ്ചന ഉച്ചരിക്കുകയില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. മരിക്കുവോളം ഞാൻ നിഷ്കളങ്കത കൈവെടിയുകയില്ല. നീതിനിഷ്ഠയെ ഞാൻ മുറുകെ പിടിക്കും, അത് കൈവിട്ടു പോകാൻ സമ്മതിക്കുകയില്ല. എൻ്റെ ഹൃദയം കഴിഞ്ഞുപോയ ഒരു ദിവസത്തെ പ്രതി പോലും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. എൻ്റെ ശത്രു ദുഷ്ടനെപ്പോലെയും എതിരാളി അധർമ്മിയെപ്പോലെയും ആയിരിക്കട്ടെ. ദൈവം അധർമ്മിയെ വെട്ടി നീക്കുമ്പോൾ, അവൻ്റെ ജീവൻ എടുത്തു കളയുമ്പോൾ അവൻ്റെ പ്രത്യാശ എന്തായിരിക്കും? കഷ്ടത അവൻ്റെ മേൽ വന്നുകൂടുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി ശ്രവിക്കുമോ? അവൻ സർവശക്തനിൽ ആനന്ദം കണ്ടെത്തുമോ? അവൻ എല്ലായ്പ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് ഞാൻ നിന്നെ പഠിപ്പിക്കും. അദ്ധ്യായം 25. ബിൽദാദ് മൂന്നാമതും സംസാരിക്കുന്നു. ശൂഹ്യനായ ബിൽദാദ് പറഞ്ഞു, ആധിപത്യം ദൈവത്തോടു കൂടിയാണ്. എല്ലാവരും അവിടുത്തെ ഭയപ്പെടുന്നു. അവിടുന്ന് ഉന്നത സ്വർഗത്തിൽ സമാധാനം സ്ഥാപിക്കും. അവിടുത്തെ സൈന്യത്തിന് കണക്കുണ്ടോ? അവിടുത്തെ പ്രകാശം ആരുടെ മേലാണ് ഉദിക്കാതിരിക്കുക? അപ്പോൾ മനുഷ്യനെങ്ങനെ ദൈവത്തിൻ്റെ മുൻപിൽ നീതിമാനാകാൻ കഴിയും? സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ഇതാ, അവിടുത്തെ ദൃഷ്ടിയിൽ ചന്ദ്രന് പ്രകാശമില്ല, നക്ഷത്രങ്ങളും നിർമ്മലമല്ല. അപ്പോൾ കൃമിയായ മനുഷ്യൻ്റെ പുഴുവായ മനുഷ്യപുത്രൻ്റെ സ്ഥിതി എന്ത്? അദ്ധ്യായം 26. ജോബിൻ്റെ മറുപടി. ജോബ് പറഞ്ഞു, ശക്തിയറ്റവനെ നീ എത്രമാത്രം സഹായിച്ചു?
ബലഹീനമായ കരങ്ങളെ നീ എപ്രകാരം രക്ഷിച്ചു. ബുദ്ധിഹീനനെ നീ എപ്രകാരം ഉപദേശിക്കുകയും എത്ര ഉദാരമായി യഥാർത്ഥ വിജ്ഞാനം പകർന്നു കൊടുക്കുകയും ചെയ്തു. ആരുടെ സഹായത്തോടെയാണ് നീ വാക്കുകൾ ഉച്ചരിച്ചത്? ആരുടെ ചൈതന്യമാണ് നിന്നിൽ നിന്ന് പുറപ്പെട്ടത്? അധോലോകത്തിലെ നിഴലുകൾ വിറകൊള്ളുന്നു. ജലവും അതിലെ ജീവികളും പ്രകമ്പനം കൊള്ളുന്നു. പാതാളം ദൈവത്തിൻ്റെ മുൻപിൽ അനാവൃതമായിരിക്കുന്നു. നരകത്തെ ഒന്നും മറച്ചിട്ടില്ല. ശൂന്യതയുടെ മേൽ അവിടുന്ന് ഉത്തരദിക്കിനെ വിരിക്കുന്നു. ഭൂമിയെ ശൂന്യതയുടെ മേൽ തൂക്കിയിട്ടിരിക്കുന്നു. ജലത്തെ അവിടുന്ന് തൻ്റെ കനത്ത മേഘങ്ങളിൽ ബന്ധിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാരത്താൽ മേഘം കീറിപ്പോകുന്നില്ല. ചന്ദ്രൻ്റെ മുഖം അവിടുന്ന് മറയ്ക്കുന്നു. തൻ്റെ മേഘത്തെ അതിൽ വിരിച്ചിടുന്നു. പ്രകാശത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും അതിർത്തിയിൽ ജലോപരിതലത്തിൽ അവിടുന്ന് ഒരു വൃത്തം വരച്ചിരിക്കുന്നു. ആകാശത്തിൻ്റെ തൂണുകൾ കുലുങ്ങുന്നു. അവിടുത്തെ ശാസനയാൽ അവ ഭ്രമിച്ചു പോകുന്നു. അവിടുന്ന് തൻ്റെ ശക്തിയാൽ സമുദ്രത്തെ നിശ്ചലമാക്കി. തൻ്റെ ജ്ഞാനത്താൽ റഹോബിനെ തകർത്തു കളഞ്ഞു. അവിടുന്ന് തൻ്റെ ശ്വാസത്താൽ ആകാശത്തെ പ്രക്ഷോഭിപ്പിച്ചു. പായുന്ന സർപ്പത്തെ അവിടുത്തെ കരം പിളർന്നു. ഇതെല്ലാം അവിടുത്തെ നിസ്സാര പ്രവർത്തനങ്ങളാണ്. അവിടുത്തെപ്പറ്റി എത്ര നേരിയ ഒരു സ്വരം മാത്രമാണ് നാം കേട്ടിട്ടുള്ളത്. അവിടുത്തെ ശക്തിയുടെ ഇടിമുഴക്കം ആർക്ക് ഗ്രഹിക്കാൻ കഴിയും? അധ്യായം 27. ജോബ് തുടർന്നു. എൻ്റെ അവകാശം എടുത്തു കളഞ്ഞ ദൈവമാണേ, എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണേ, എന്നിൽ ശ്വാസമുള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ നാസികയിൽ ഉള്ളിടത്തോളം കാലം എൻ്റെ അധരം വ്യാജം പറയുകയില്ല. എൻ്റെ നാവ് വഞ്ചന ഉച്ചരിക്കുകയില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. മരിക്കുവോളം ഞാൻ നിഷ്കളങ്കത കൈവിടുകയില്ല. നീതിനിഷ്ഠയെ ഞാൻ മുറുകെ പിടിക്കും. അത് കൈവിട്ടു പോകാൻ സമ്മതിക്കുകയില്ല. എൻ്റെ ഹൃദയം കഴിഞ്ഞുപോയ ഒരു ദിവസത്തെ പ്രതി പോലും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. എൻ്റെ ശത്രു ദുഷ്ടനെപ്പോലെയും എതിരാളി അധർമ്മിയെപ്പോലെയും ആയിരിക്കട്ടെ. ദൈവം അധർമ്മിയെ വെട്ടിനീക്കുമ്പോൾ, അവൻ്റെ ജീവൻ എടുത്തു കളയുമ്പോൾ അവൻ്റെ പ്രത്യാശ എന്തായിരിക്കും? കഷ്ടത അവൻ്റെ മേൽ വന്നുകൂടുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി ശ്രവിക്കുമോ? അവൻ സർവശക്തനിൽ ആനന്ദം കണ്ടെത്തുമോ? അവൻ എല്ലായ്പ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ചു ഞാൻ നിന്നെ പഠിപ്പിക്കും. സർവശക്തൻ്റെ ഉദ്ദേശം ഞാൻ മറച്ചു വയ്ക്കുകയില്ല. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുള്ളതാണല്ലോ. എന്നിട്ടും നിങ്ങൾ വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ട്? ദുഷ്ടന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഓഹരിയും മർദ്ദകർക്ക് സർവശക്തനിൽ നിന്ന് ലഭിക്കുന്ന അവകാശവും ഇതത്രേ. അവൻ്റെ സന്താനങ്ങൾ പെരുകുന്നെങ്കിൽ അവർ വാളിന് ഇരയാകാൻ വേണ്ടിയാണ്. അവൻ്റെ സന്തതികൾക്ക് വേണ്ടുവോളം ആഹാരം ലഭിക്കുകയില്ല. അവനെ അതിജീവിക്കുന്നവരെ മഹാമാരി പിടികൂടും. അവരുടെ വിധവകൾ വിലപിക്കുകയില്ല. അവൻ പൊടി പോലെ വെള്ളി കുന്നുകൂട്ടിയാലും കളിമണ്ണ് പോലെ വസ്ത്രം സമ്പാദിച്ചാലും അവന് കൂട്ടാമെന്നേയുള്ളൂ. നീതിമാന്മാർ അത് ധരിക്കും. നിഷ്കളങ്കർ വെള്ളി പങ്കിടും. അവൻ്റെ ഭവനം ചിലന്തി വല പോലെയും കാവൽക്കാരൻ്റെ മാടം പോലെയും ആണ്. ഇപ്പോൾ അവൻ സമ്പന്നനായി ഉറങ്ങാൻ പോകുന്നു. എന്നാൽ ഇനി ഒരിക്കലും അവൻ അങ്ങനെ കഴിയുകയില്ല. ഉണരുമ്പോഴേക്കും അവൻ്റെ ധനം നഷ്ടപ്പെട്ടിരിക്കും. വെള്ളപ്പൊക്കം പോലെ ഭീതി അവനെ കീഴ്പ്പെടുത്തും. രാത്രിയിൽ ചുഴലിക്കാറ്റ് അവനെ വഹിച്ചു കൊണ്ടുപോകുന്നു. കിഴക്കൻ കാറ്റ് അവനെ പൊക്കിയെടുത്ത് അവൻ പോയി. സ്വസ്ഥാനത്തു നിന്ന് അവനെ അത് നീക്കിക്കളയുന്നു. അത് നിർദ്ദയം അവൻ്റെ മേൽ ചുഴറ്റിയടിക്കുന്നു. അതിൻ്റെ ശക്തിയിൽ നിന്ന് അവൻ പ്രാണഭയത്തോടെ ഓടുന്നു. അത് അവൻ്റെ നേരെ കൈകൊട്ടുകയും അവൻ്റെ നേരെ സീൽക്കാരം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അധ്യായം 28. ജ്ഞാനത്തിൻ്റെ നിഗൂഢത. വെള്ളി കുഴിച്ചെടുക്കുന്ന ഖനികളും സ്വർണം ശുദ്ധീകരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഇരുമ്പ് ഭൂമിയിൽ നിന്നെടുക്കുന്നു. ചെമ്പ് അതിൻ്റെ അയിരിൽ നിന്ന് ഉരുക്കിയെടുക്കുന്നു. മനുഷ്യൻ അന്ധകാരത്തെ വകവയ്ക്കാതെ കൊടും തമസ്സിനെ അങ്ങേ അതിർത്തിയിൽ ആയിരിക്കുന്നതിനു വേണ്ടി തിരയുന്നു. മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അകലെ താഴ്വരയിൽ അവർ ഖനികൾ കുഴിക്കുന്നു. അവരെ യാത്രക്കാർ വിസ്മരിച്ചുപോയി. അവർ മനുഷ്യരിൽ നിന്നെന്ന പോലെ ഖനികളിൽ കയറി തൂങ്ങിക്കിടന്ന് പണിയെടുക്കുന്നു. ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കുന്നു. എന്നാൽ അതിൻ്റെ അധോഭാഗം
അഗ്നിയാലെന്ന പോലെ തിളച്ചുമറിയുന്നു. അതിൻ്റെ കല്ലുകൾക്കിടയിൽ ഇന്ദ്രനീലവും സ്വർണ്ണത്തരികളും ഉണ്ട്. കഴുകൻ ആ വഴി അറിയുന്നില്ല, പ്രാപ്പിടിയൻ അത് കണ്ടിട്ടുമില്ല. ഘോരമൃഗങ്ങൾ ആ വഴി നടന്നിട്ടില്ല, സിംഹവും അതിലെ പോയിട്ടില്ല. മനുഷ്യൻ തീപ്പാറയിൽ കൈവയ്ക്കുന്നു, അവൻ പർവ്വതങ്ങളെ വേരോടെ മുറിച്ചു കളയുന്നു. പാറയിൽ അവൻ ചാലുകൾ കീറുന്നു, വിലപിടിച്ച ഓരോ പദാർത്ഥ്യവും അവൻ്റെ കണ്ണിൽപ്പെടുന്നു. വിലപിടിച്ച ഓരോ പദാർത്ഥവും അവൻ്റെ കണ്ണിൽപ്പെടുന്നു. വെള്ളം ഒലിച്ചിറങ്ങാത്ത വിധം അവൻ അരുവികൾക്ക് അണ കെട്ടുന്നു. മറഞ്ഞിരുന്നവ അവൻ പുറത്തെടുക്കുന്നു. എന്നാൽ ജ്ഞാനം എവിടെ കണ്ടെത്തും? അറിവിൻ്റെ സ്ഥാനം എവിടെ? അങ്ങോട്ടുള്ള വഴി മനുഷ്യൻ അറിയുന്നില്ല, ജീവിക്കുന്നവരുടെ നാട്ടിൽ അത് കണ്ടുകിട്ടുകയുമില്ല. അഗാധത പറയുന്നു, അത് എന്നിലല്ല. സമുദ്രം പറയുന്നു, അത് ഇവിടെയില്ല. സ്വർണം കൊടുത്താൽ അത് കിട്ടുകയില്ല, വെള്ളി തൂക്കിക്കൊടുത്താലും അതിൻ്റെ വിലയാവുകയില്ല. ഒഫീർ പൊന്നും ഇന്ദ്രനീലവും ഗോമേദകവും അതിൻ്റെ വിലയ്ക്ക് തുല്യമല്ല. സ്വർണത്തിനും സ്ഫടികത്തിനും അതിനോട് സമാനതയില്ല. തങ്കം കൊണ്ടുള്ള ആഭരണങ്ങൾക്ക് വേണ്ടിയും അത് കൈമാറാൻ പറ്റുകയില്ല. പവിഴത്തിൻ്റെയോ പളുങ്കിൻ്റെയോ പേര് പറയുക പോലും വേണ്ട. ജ്ഞാനം മുത്തിനേക്കാൾ അമൂല്യമാണ്. എത്യോപ്യയിലെ പുഷ്യരാഗത്തെയും ഇതിനോട് താരതമ്യപ്പെടുത്തുക. അധ്യായം 28. ജ്ഞാനത്തിൻ്റെ നിഗൂഢത. വെള്ളി കുഴിച്ചെടുക്കുന്ന ഖനികളെ സ്വർണം ശുദ്ധീകരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അധ്യായം 28. ജ്ഞാനത്തിൻ്റെ നിഗൂഢത. വെള്ളി കുഴിച്ചെടുക്കുന്ന ഖനികളും സ്വർണം ശുദ്ധീകരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഇരുമ്പ് ഭൂമിയിൽ നിന്നെടുക്കുന്നു, ചെമ്പ് അതിൻ്റെ അയിരിൽ നിന്ന് ഉരുക്കിയെടുക്കുന്നു. മനുഷ്യൻ അന്ധകാരത്തെ വകവയ്ക്കാതെ കൊടുംതമസ്സിനെ അങ്ങേ അതിർത്തിയിൽ ആയിരിക്കുന്നതിനു വേണ്ടി തിരയുന്നു. മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അകലെ താഴ്വരയിൽ അവർ ഖനികൾ കുഴിക്കുന്നു. അവരെ യാത്രക്കാർ വിസ്മരിച്ചുപോയി. അവർ മനുഷ്യരിൽ നിന്നകലെ ഖനികളിൽ കയറി തൂങ്ങിക്കിടന്ന് പണിയെടുക്കുന്നു. ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കുന്നു, എന്നാൽ അതിൻ്റെ അധോഭാഗം അഗ്നിയാലെന്ന പോലെ തിളച്ചുമറിയുന്നു. അതിൻ്റെ കല്ലുകൾക്കിടയിൽ ഇന്ദ്രനീലവും സ്വർണ്ണത്തരികളുമുണ്ട്. കഴുകൻ ആ വഴി അറിയുന്നില്ല, പ്രാപ്പിടിയൻ അത് കണ്ടിട്ടില്ല. ഘോരമൃഗങ്ങൾ ആ വഴി നടന്നിട്ടില്ല, സിംഹവും അതിലെ പോയിട്ടില്ല. മനുഷ്യൻ തീപ്പാറയിൽ കൈവയ്ക്കുന്നു, അവൻ പർവ്വതങ്ങളെ വേരോടെ മുറിച്ചു കളയുന്നു. പാറയിൽ നിന്ന് അവൻ ചാലുകൾ കീറുന്നു, വിലപിടിച്ച ഓരോ പദാർത്ഥവും അവൻ്റെ കണ്ണിൽപ്പെടുന്നു. വെള്ളം ഒലിച്ചിറങ്ങാത്ത വിധം അവൻ അരുവികൾക്ക് അണ കെട്ടുന്നു. മറഞ്ഞിരുന്നവ അവൻ പുറത്തെടുക്കുന്നു. എന്നാൽ ജ്ഞാനം എവിടെ കണ്ടെത്തും? അറിവിൻ്റെ സ്ഥാനം എവിടെ? അങ്ങോട്ടുള്ള വഴി മനുഷ്യൻ അറിയുന്നില്ല, ജീവിക്കുന്നവരുടെ നാട്ടിൽ അത് കണ്ടുകിട്ടുകയുമില്ല. അഗാധത പറയുന്നു, അത് എന്നിലല്ല. സമുദ്രം പറയുന്നു, അത് ഇവിടെയില്ല. സ്വർണം കൊടുത്താൽ അത് കിട്ടുകയില്ല, വെള്ളി തൂക്കിക്കൊടുത്താലും അതിൻ്റെ വിലയാവുകയില്ല. ഒഫീർ പൊന്നും ഇന്ദ്രനീലവും ഗോമേദകവും അതിൻ്റെ വിലയ്ക്ക് തുല്യമല്ല. സ്വർണത്തിനും സ്ഫടികത്തിനും അതിനോട് സമാനതയില്ല. തങ്കം കൊണ്ടുള്ള ആഭരണങ്ങൾക്ക് വേണ്ടിയും അത് കൈമാറാൻ പറ്റുകയില്ല. പവിഴത്തിൻ്റെയോ പളുങ്കിൻ്റെയോ പേര് പറയുക പോലും വേണ്ട. ജ്ഞാനം മുത്തിനേക്കാൾ അമൂല്യമാണ്. എത്യോപ്യയിലും പുഷ്യരാഗത്തെയും ഇതിനോട് താരതമ്യപ്പെടുത്തുക. എത്യോപ്യയിലെ പുഷ്പരാഗത്തെയും ഇതിനോട് താരതമ്യപ്പെടുത്തുക സാധ്യമല്ല. തങ്കം കൊണ്ടും അതിൻ്റെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? അറിവ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ജീവിക്കുന്നവരുടെ കണ്ണിൽ നിന്ന് അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആകാശപ്പറവകൾക്ക് അത് അഗോചരമാണ്. നരകവും മരണവും പറയുന്നു, ഞങ്ങൾ അതേപ്പറ്റി കേട്ടിട്ടേയുള്ളൂ. അതിലേക്കുള്ള വഴിയും അതിൻ്റെ ആസ്ഥാനവും ദൈവം അറിയുന്നു. എന്തെന്നാൽ അവിടുന്ന് ഭൂമിയുടെ അതിർത്തി വരെ കാണുന്നു, ആകാശത്തിന് കീഴിലുള്ളതെല്ലാം അവിടുന്ന് ദർശിക്കുന്നു. അവിടുന്ന് കാറ്റിന് ശക്തി കൊടുക്കുകയും വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്തപ്പോൾ, മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിന് ഒരു മാർഗവും നിർണയിച്ചപ്പോൾ, അവിടുന്ന് ജ്ഞാനത്തെ ദർശിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് അതിൻ്റെ ആഴം അളക്കുന്നു, മൂല്യം നിർണയിക്കുകയും ചെയ്തു.
അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു, ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്, തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം. അദ്ധ്യായം 29. ജോബ് ഉപസംഹരിക്കുന്നു. ജോബ് തുടർന്നു, ദൈവം എന്നെ പരിപാലിച്ചിരുന്ന പഴയ കാലങ്ങളിലെന്ന പോലെ ഞാനായിരുന്നെങ്കിൽ അക്കാലത്ത് അവിടുന്ന് എൻ്റെ ദീപം എൻ്റെ ശിരസ്സിന് മുകളിൽ തെളിക്കുകയും ഞാൻ അവിടുത്തെ പ്രകാശത്താൽ അന്ധകാരത്തിലൂടെ നടക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ ശരത്കാല ദിനങ്ങളിലെ പോലെ ആയിരുന്നെങ്കിൽ അന്ന് ദൈവത്തിൻ്റെ സൗഹൃദം എൻ്റെ കൂടാരത്തിന്മേലുണ്ടായിരുന്നു. സർവശക്തൻ എന്നോടുകൂടെ ഉണ്ടായിരുന്നു. എൻ്റെ സന്താനങ്ങൾ എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നു. എൻ്റെ പാദങ്ങൾ പാലുകൊണ്ട് കഴുകി, പാറ എനിക്ക് വേണ്ടി എണ്ണ പകർന്നു തന്നു. ഞാൻ നഗരകവാടത്തിന് പുറത്തു വന്നു. പൊതുസ്ഥലത്ത് ഞാൻ എൻ്റെ ഇരിപ്പിടം ഒരുക്കി. യുവാക്കൾ എന്നെ കണ്ടു പിൻവാങ്ങി. വൃദ്ധർ എഴുന്നേറ്റ് നിന്നു. പ്രഭുക്കൾ വാപൊത്തി മൗനം ഭജിച്ചു. ശ്രേഷ്ഠന്മാർ ശബ്ദമടക്കുകയും അവരുടെ നാവ് അണ്ണാക്കിനോട് ഒട്ടിച്ചേരുകയും ചെയ്തു. എന്നെക്കുറിച്ച് കേട്ടവർ എന്നെ പുകഴ്ത്തി. എന്നെ കണ്ടവർ അത് സ്ഥിരീകരിച്ചു. എന്തെന്നാൽ നിലവിളിക്കുന്ന ദരിദ്രനെയും നിരാശ്രയനായ അനാഥനെയും ഞാൻ രക്ഷിച്ചു. നശിക്കാറായിരുന്നവർ എന്നെ അനുഗ്രഹിച്ചു. വിധവയുടെ ഹൃദയം ആനന്ദഗീതം ആലപിക്കാൻ ഞാൻ ഇടയാക്കി. ഞാൻ നീതി അണിഞ്ഞു, അതെന്നെ ആവരണം ചെയ്തു. നീതി എനിക്ക് അങ്കിയും തലപ്പാവുമായിരുന്നു. ഞാൻ കുരുടന് കണ്ണുകളും മുടന്തനു കാലുകളുമായിരുന്നു. ദരിദ്രർക്കു ഞാൻ പിതാവായിരുന്നു. എനിക്ക് അപരിചിതനായവൻ്റെ വ്യവഹാരം ഞാൻ നടത്തി. ഞാൻ ദുഷ്ടൻ്റെ ദംഷ്ട്രകൾ തകർക്കുകയും അവൻ്റെ പല്ലിനടിയിൽ നിന്ന് ഇരയെ മോചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ വസതിയിൽ വെച്ച് മരിക്കുകയും മണൽത്തരി പോലെ എൻ്റെ ദിനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. എൻ്റെ വേരുകൾ നീരുറവകളിൽ എത്തിയിരിക്കുന്നു. രാത്രി മുഴുവൻ എൻ്റെ ശാഖകളിൽ മഞ്ഞുതുള്ളികൾ പൊഴിയുന്നു. എൻ്റെ മഹത്വം എന്നും പുതുമ നശിക്കാത്തതും എൻ്റെ വില്ല് എൻ്റെ കൈകളിൽ എന്നും പുതിയതുമാണ്. എൻ്റെ വാക്ക് കേൾക്കാൻ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. എൻ്റെ ഉപദേശത്തിനു വേണ്ടി നിശബ്ദരായി നിന്നു. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലൊന്നും പറയാനുണ്ടാവുകയില്ല. എൻ്റെ മൊഴികൾ അവരുടെ മേൽ ഇറ്റിറ്റു വീണു. മഴയ്ക്കെന്ന പോലെ അവർ എനിക്ക് വേണ്ടി കാത്തിരുന്നു. വസന്തവൃഷ്ടിക്ക് വേണ്ടി എന്ന പോലെ അവർ വായ് തുറന്നിരുന്നു. ധൈര്യമറ്റ അവരെ നോക്കി ഞാൻ പുഞ്ചിരിച്ചു. എൻ്റെ മുഖപ്രസാദം അവർ അവഗണിച്ചില്ല. ഞാൻ അവർക്ക് വഴികാട്ടിയും നേതാവുമായി. സൈന്യമധ്യത്തിൽ രാജാവിനെപ്പോലെയും വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനെപ്പോലെയും ഞാൻ അവരുടെ ഇടയിൽ വസിച്ചു. അദ്ധ്യായം 30. ഇപ്പോഴാകട്ടെ എന്നേക്കാൾ പ്രായം കുറഞ്ഞവർ എന്നെ പരിഹസിക്കുന്നു. അവരുടെ പിതാക്കന്മാരെ എൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ നായ്ക്കളോടു കൂടെ പോലും എണ്ണാൻ ഞാൻ കൂട്ടാക്കുമായിരുന്നില്ല. യുവത്വം ക്ഷയിച്ച അവരുടെ കരബലത്തിൽ നിന്ന് എനിക്കെന്ത് നേട്ടമാണുള്ളത്? ദാരിദ്ര്യവും കഠിനമായ വിശപ്പും നിമിത്തം അവർ വരണ്ടു ശൂന്യമായ ഭൂമി കാർന്നു തിന്നുന്നു. വിശപ്പടക്കാൻ വേണ്ടി അവർ കാട്ടുചെടികളും പച്ചിലകളും കാട്ടുകിഴങ്ങുകളും പറിച്ചെടുക്കുന്നു. ജനമധ്യത്തിൽ നിന്ന് അവർ തുരത്തപ്പെടുന്നു. കള്ളനെ എന്ന പോലെ അവരെ ആട്ടിപ്പായിക്കുന്നു. മലയിടുക്കുകളിൽ, കുഴികളിലും ഗുഹകളിലും അവർക്ക് പാർക്കേണ്ടി വരുന്നു. കുറ്റിച്ചെടികൾക്കിടയിൽ അവർ ഓരിയിടുന്നു. കൊടിത്തൂവയുടെ കീഴെ അവർ ഒന്നിച്ചു കൂടുന്നു. ഭോഷരും നീചരുമായ ആ വർഗം നാട്ടിൽ നിന്ന് അടിച്ചോടിക്കപ്പെടുന്നു. ഇപ്പോൾ ഞാൻ അവർക്ക് പാട്ടും പഴമൊഴിയുമായി തീർന്നിരിക്കുന്നു. അവർ എന്നെ വെറുക്കുകയും എന്നിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു. എന്നെ കാണുമ്പോൾ തുപ്പാനും അവർ മടിക്കുന്നില്ല. ദൈവം എൻ്റെ വില്ലിൻ്റെ ഞാൺ അയച്ച് എന്നെ എളിമപ്പെടുത്തിയതിനാൽ അവർക്ക് കടിഞ്ഞാൺ ഇല്ലാതായിരിക്കുന്നു. എൻ്റെ വലത്തുവശത്ത് നീചർ ഉയരുന്നു. അവർ എന്നെ ഓടിക്കുന്നു. അവരുടെ വിനാശകരമായ മാർഗങ്ങൾ എൻ്റെ മേൽ പ്രയോഗിക്കുന്നു. അവർ എൻ്റെ പാത തകർക്കുകയും എനിക്ക് വിപത്ത് വരുത്തുകയും ചെയ്യുന്നു. ആരും അവരെ തടയുന്നില്ല. വലിയ വിടവിലൂടെ എന്ന പോലെ അവർ വരുന്നു. കോട്ട ഇടിയുമ്പോൾ അവർ എൻ്റെ മേൽ ഉരുണ്ടു കയറുന്നു. ഭീകരതകൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. കാറ്റ് കൊണ്ടെന്ന പോലെ എൻ്റെ മഹത്വത്തെ പറത്തിക്കളയുന്നു. എൻ്റെ ഐശ്വര്യം മേഘമെന്ന പോലെ കടന്നു പോകുന്നു. ഇപ്പോൾ എൻ്റെ ജീവൻ ഉള്ളിൽ തൂകിപ്പോയിരിക്കുന്നു.
കഷ്ടതയുടെ ദിനങ്ങൾ എന്നെ പിടികൂടിയിരിക്കുന്നു. എൻ്റെ അസ്ഥികളെ രാത്രി തകർക്കുന്നു. എന്നെ കരുളുന്ന വേദനയ്ക്ക് വിശ്രമമില്ല. ക്രൂരമായി അത് എൻ്റെ വസ്ത്രത്തിൽ പിടികൂടിയിരിക്കുന്നു. എൻ്റെ അങ്കിയുടെ കഴുത്തുപോലെ അതെന്നെ ബന്ധിച്ചിരിക്കുന്നു. ദൈവം എന്നെ ചെളിക്കുണ്ടിൽ തള്ളിയിട്ടിരിക്കുന്നു. ഞാൻ പൊടിയും ചാരവും പോലെ ആയിത്തീർന്നു. ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു, അങ്ങ് എനിക്ക് ഉത്തരം നൽകുന്നില്ല. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു, അങ്ങ് എന്നെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങ് എന്നോട് ക്രൂരമായി വർത്തിക്കുന്നു, കരബലം കൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു. അങ്ങ് എന്നെ കാറ്റിൽ ഉയർത്തി അതിന്മേൽ സവാരി ചെയ്യിക്കുന്നു. കൊടുങ്കാറ്റിൻ്റെ ഇരമ്പലിൽ ഞാൻ ആടിയുലയാൻ ഇടയാക്കുന്നു. അങ്ങ് എന്നെ മരണത്തിലേക്കും എല്ലാ ജീവികൾക്കും വിധിച്ചിരിക്കുന്ന ഭവനത്തിലേക്കും കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. എന്നിട്ടും ഒരുവൻ നാശകൂമ്പാരത്തിൽ നിന്നു കൈനീട്ടി സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നില്ലേ? ക്ലേശകരമായ ദിനങ്ങൾ കഴിച്ചവർക്കു വേണ്ടി ഞാൻ നിലവിളിച്ചിട്ടില്ലയോ? ദരിദ്രർക്കു വേണ്ടി എൻ്റെ മനസ്സ് വ്യസനിച്ചിട്ടില്ലയോ? എന്നാൽ ഞാൻ നന്മ അന്വേഷിച്ചപ്പോൾ തിന്മ കൈവന്നു. ഞാൻ പ്രകാശം കാത്തിരുന്നപ്പോൾ അന്ധകാരം വന്നു. എൻ്റെ ഹൃദയം പ്രക്ഷുബ്ധമായിരിക്കുന്നു, അതൊരിക്കലും പ്രശാന്തമല്ല. പീഡയുടെ ദിനങ്ങൾ എന്നെ പിടികൂടിയിരിക്കുന്നു. എൻ്റെ ശരീരം ഇരുണ്ടുപോയി, എന്തെന്നാൽ വെയിലേറ്റിട്ടില്ല. ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിന്ന് സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു. ഞാൻ കുറുക്കന്മാരുടെ സഹോദരനും ഒട്ടകപ്പക്ഷിയുടെ സ്നേഹിതനുമായിരിക്കുന്നു. എൻ്റെ ചർമ്മം കറക്കുകയും പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നു. എൻ്റെ അസ്ഥികൾ ചൂടുകൊണ്ട് ദഹിക്കുന്നു. എൻ്റെ വീണാനാദം വിലാപമായും എൻ്റെ കുഴൽനാദം കരച്ചിലായും മാറിയിരിക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.